അപ്പൊ സാറ്റലൈറ്റിന് എന്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഡ്രില്ലിംഗ് സ്യൂട്ട് ഓൺ. ഡ്രില്ലിംഗ് സ്യൂട്ട് ഓൺ. അപ്പൂപ്പ ഞാൻ ഡ്രില്ലിംഗ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളെല്ലാം കാണുന്നുണ്ട് വീർ. വീർ, നീ നിന്റെ പിന്നിലേക്ക് നോക്ക്, ഏതോ ഏലിയൻ വരുന്നുണ്ട്. വീർ, മറ്റേ ഏലിയനുകളും വരുന്നുണ്ട്. വീർ, സമയം കുറവാണ്, ഡിക്കി ചെയ്തുകൊണ്ടിരിക്കേ. അപ്പൂപ്പ എന്റെ ബാറ്ററി ലോ ആയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോണ്ട് വേറെ ബാറ്ററി എടുക്കാനും മറന്നുപോയി. നമുക്ക് വേഗം പോവാം അപ്പൂപ്പ. വീറിനെ നമ്മള് സഹായിക്കണം. ഞാൻ ഇൻവിസിബിൾ സ്പേസ് ഷിപ്പിൽ അങ്ങോട്ടേക്ക് പോകാം. നിങ്ങൾ ഇവിടെ നിൽക്ക്, അവിടെ ഒരുപാട് അപകടങ്ങളുണ്ട്. ഇൻവിസിബിൾ സ്പേസ് ഷിപ്പോ? അതെ, അതിനെ മറ്റാർക്കും കാണുവാൻ സാധിക്കുകയില്ല. അത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ മെർജ് ചെയ്ത് അങ്ങനെ അങ്ങ് പോകും. ഞാൻ റോബോ ബോയെ സഹായിക്കാൻ പോകുന്നത് ഈ ലോകത്തുള്ള ആളുകൾ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇംലി, നീയും ഇവിടേക്ക് വന്നോ? നീ ഒരു വാശിക്കാരിയാണല്ലോ. പക്ഷെ നീ വീറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ശരി, എന്റെ കൂടെ വരൂ. എമിലി, ഇനി 5 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ. ഞാനിപ്പോൾ ആ ഏലിയൻസിന്റെ ശ്രദ്ധ എന്റെ നേരെ തിരിക്കാൻ പോവാ. അവരെന്റെ പിന്നാലെ വരുമ്പോൾ നീ വീറിന്റെ ശരീരത്തിൽ ഈ ബാറ്ററി ഫിക്സ് ചെയ്യണം. അപ്പൂപ്പന് വേഗം ഓടാൻ പറ്റില്ല. ഞാനതിന്റെ ശ്രദ്ധ തിരിക്കാം. അപ്പൂപ്പൻ ബാറ്ററി ഇട്. അയ്യോ റോബോ ബോയ്, അവിടുന്ന് മാറി നിൽക്ക്. ആ ട്രക്ക് നിന്റെ ദേഹത്തേക്കാണ് വീഴാൻ പോകുന്നത്. അയ്യോ റോബോ ബോയ്, മാറി നിൽക്ക്. ട്രക്ക് വീഴാൻ പോവാ. എനിക്ക് തടയാൻ പറ്റില്ല. ഈ ജിണ്ടു ഇതെവിടെ പോയി? അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോ ഒന്നും അവനെ എവിടെങ്കിലും കാണില്ല. റോബോ ബോയ്, രക്ഷിക്കണേ, രക്ഷിക്കണേ. നീ ഇപ്പോഴാണോ വരുന്നേ? അവൻ എപ്പോഴേ വീട്ടിൽ പോയി. എന്റെ മോൻ ബണ്ടി ഒരു ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സസ്പെൻസ് ഉള്ള ഫിലിമാണെന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ അവസാനം എല്ലാവർക്കും ഇഷ്ടപ്പെടുമത്രേ. എന്നാ കണ്ടുകളയാം. നീ കണ്ടോണം, ഈ ചുവന്ന തുണി കാളയുടെ നേരെ എറിഞ്ഞാലുണ്ടല്ലോ, എന്റെ അച്ഛന്റെ പിന്നാലെ ആ കാള ഓടും. ബണ്ടി, ഇത് നല്ല കാര്യമൊന്നും അല്ല. നീ കണ്ടു നോക്ക്, നല്ല രസമായിരിക്കുന്നേ. ഓ, അപ്പൊ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും പണിയായിരുന്നു അല്ലേ? എന്തോരം ഇടിയാണ് ഞാൻ വാങ്ങിച്ചു കൂട്ടിയത്. നിങ്ങളെ ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോണം നിങ്ങൾ. ഇതൊക്കെ കള്ളത്തരമാണ് അച്ഛാ. ഞാൻ വീട്ടിൽ പോവാ. ഡ്രൈവർ, സോറി അച്ഛാ, ഞാനല്ല ഇതൊന്നും ചെയ്തത്.
ബബ്ലി, അവിടെ നിൽക്ക്. എന്നെ കൂടെ നിക്കടാ അവിടെ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ബോസ് ബോസ്, ഞാനിതാ ബാങ്ക് കൊള്ളയടിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. നീയാള് കൊള്ളാമല്ലോടാ അറ്റംബാറ്റോ. ഇത്രയധികം കാശ് ഒരുമിച്ച് കണ്ടിട്ട് ഒരുപാട് നാളായി. ഈ കാശുകൾ കൊണ്ട് നീ എന്റെ മേലെ മഴ പെയ്യിപ്പിക്കടാ. ഞാനൊന്ന് സന്തോഷിക്കട്ടെ. നീ എവിടുന്നാടാ ഈ ചില്ലറകളൊക്കെ പെറുക്കിക്കൊണ്ട് വന്നത്? എടാ നോട്ടുകൾ എവിടെടാ? നോട്ടുകളൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് പോന്നു ബോസ്. എടാ മന്ദബുദ്ധി, ചെന്ന് നോട്ടുകളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് വാ. കുറച്ച് നാണയത്തുട്ടുകളും പെറുക്കിക്കൊണ്ട് വന്നേക്കുവാ. നിങ്ങളിത് കണ്ടില്ലേ? പ്രേതം ബാങ്ക് എങ്ങനെയാണ് കൊള്ളയടിക്കുന്നതെന്ന്. ഇതുവരെ 3 ബാങ്കുകളാണ് കൊള്ളയടിച്ചത്. ആരാണിത്? എവിടുന്നാണ് വന്നത്? എന്തിനാണ് കാശ് മോഷ്ടിക്കുന്നത്? ആർക്കും അത് അറിയില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ഞങ്ങൾക്കറിയാം. ഏതൊക്കെ ബാങ്ക് കൊള്ളയടിക്കപ്പെടുന്നുണ്ടോ അതിന്റെ അടുത്തുള്ള കടകളിലെ ഐസ്ക്രീമും ഭക്ഷണ സാധനങ്ങളൊക്കെ മോഷണം പോകുന്നുണ്ട്. പോലീസ് ഇതിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഇനി നീയാണോ ചെയ്യുന്നേ? ഞാൻ രാവിലെ തൊട്ട് നിന്റെ കൂടെ ഇല്ലേ? ഇത് മോഷ്ടിച്ചത് ആര് തന്നെയാണെങ്കിലും ഒരിക്കലും ഭൂതമാവില്ല. എന്തൊക്കെ തന്നെ ആയാലും ഫുർസത്ത് ഗഞ്ചിലെ ബാങ്കുകളെ രക്ഷിക്കുവാനായി ഈ കള്ളൻ എന്തായാലും പിടിച്ചേ മതിയാവൂ. നിങ്ങളെല്ലാവരും എന്റെ ഒപ്പം വരൂ. ഈ റെഡ് ലൈറ്റ് കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ബാങ്കുകൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഗ്രീൻ ലൈറ്റ് കത്തി നിൽക്കുന്ന ബാങ്കുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇതിനെല്ലാം കൊള്ളയിൽ നിന്ന് നമ്മൾ രക്ഷിച്ചേ മതിയാവൂ. ഇവരെ കണ്ടില്ലേ? ഇതൊക്കെയാണ് ജൂനിയർ വീർ. ഇതെല്ലാം ചെറിയ റോബോട്ടുകളാണ്. നമ്മൾ എല്ലാ ബാങ്കിന്റെ മുമ്പിലും ഇവരെ കൊണ്ടുപോയി വെക്കും. ഇവരുടെ ശരീരത്തിൽ സ്പൈ ക്യാമറാസ് ഉണ്ട്. ഏത് ബാങ്കിലും ആ കള്ളം വന്നാലും നമുക്കത് അപ്പൊ അറിയാൻ സാധിക്കും. കള്ളനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാ മനസ്സിലാക്കുക? കള്ളൻ വരികയാണെങ്കിൽ ബാങ്കിന്റെ വാതിൽ തുറന്നല്ലേ അകത്ത് കയറാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആരെങ്കിലും ബാങ്കിന്റെ വാതിൽ തുറക്കുകയാണെങ്കിൽ ഈ ജൂനിയർ റോബോട്ടുകൾ അതെല്ലാം ഷൂട്ട് ചെയ്ത് നമുക്ക് ഈ സ്ക്രീനിൽ കാണിച്ചു തരും. എന്നിട്ട് ഞാൻ നേരെ അവനെ പോയി പിടിക്കും. അതെ, നീ പറഞ്ഞത് ശരിയാണ് വീർ. വീർ, നിങ്ങളെന്താ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? എന്തു പറ്റി? വീറിന് 3 സ്ഥലത്ത് ഒരേ സമയത്ത് പോണം. അതുകൊണ്ടാണ് അവൻ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. ഇംലി ഏതോ പുതിയ ഗെയിം വാങ്ങിക്കുവാനായി വീറിനെ വിളിച്ചിട്ടുണ്ട്. അവളുടെ ഫോൺ അങ്ങോട്ട് വെച്ചപ്പോഴേക്കും പ്രിൻസിപ്പൽ സാറിന്റെ ഫോൺ വന്നായിരുന്നു. സാറ് ലൈബ്രറിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അവിടെ എന്തോ പണിയുണ്ടത്രേ. മാത്രമല്ല, വീർ അങ്ങോട്ടേക്ക് പോവാൻ തുടങ്ങിയപ്പോ നമ്മുടെ അപ്പൂപ്പന്റെ ഫോണും വന്നു. ഇവിടെ എന്തോ ഡൗൺലോഡിംഗ് നടക്കുകയാണ്. അത് കഴിയുന്നവരെ എങ്ങും പോവരുതെന്ന് പറഞ്ഞു. അതെന്താ? ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോ കമ്പ്യൂട്ടറെ റിമോട്ട് വെച്ച് ഓഫ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഞാൻ നിന്റെ 2 ക്ലോണുകൾ ഉണ്ടാക്കാം. ഒന്നിനെ നമുക്ക് പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക് അയക്കാം. രണ്ടാമത്തതിന് എംലിയുടെ കൂടെ ഗെയിം വാങ്ങിക്കാൻ അയക്കാം. എന്നിട്ട് നീ ഇവിടെ നിക്ക്. വേണ്ട വേണ്ട, പ്ലീസ്, നീ എന്റെ ക്ലോണൊന്നും ഉണ്ടാക്കല്ലേ. ശരീരമൊക്കെ എന്റെ പോലെ ആയിരുന്നല്ലോ. ബുദ്ധി നിന്റേത് പോലെ ആയിപ്പോയാ മുഴുവൻ പ്രശ്നമാവും. എന്താ എന്റെ ബുദ്ധിക്ക് എന്താ കുഴപ്പം? ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ. ശരി, നീ ഒരു കാര്യം ചെയ്, ഒരു ക്ലോൺ ഉണ്ടാക്ക്. ഞാനതിനെ ലൈബ്രറിയിലോട്ട് അയക്കാം. നിങ്ങൾ ഇവിടെ നിന്ന് ഈ ഡൗൺലോഡിങ് കഴിഞ്ഞ ഉടനെ ഈ റിമോട്ടിലെ സ്വിച്ച് വെച്ച് ഓഫ് ചെയ്യ്. എന്നിട്ട് ഞാൻ ഇംലിയുടെ കൂടെ ഗെയിം വാങ്ങാൻ പോവാം. ഓക്കേ ബോസ്. അതെ, നീ നേരെ സ്കൂളിൽ പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക് പോ. എന്നിട്ട് അദ്ദേഹം പറയുന്നതൊക്കെ ചെയ്യ്. ഓക്കേ, ഇപ്പൊ തന്നെ പോവാം. കണ്ടോ, ഓർഡർ കറക്റ്റ് ആയിട്ട് കൊടുത്താ പണികളെല്ലാം കറക്റ്റ് ആയിരിക്കും. ഓക്കേ ജിന്റു, സോറി. ഞാനെന്നാ ഇംലിയുടെ വീട്ടിലേക്ക് പോട്ടെ. ഓക്കേ. വരൂ വരൂ, നല്ല ചൂടുള്ള ബജ്ജികൾ കഴിക്കൂ. അയ്യോ, എനിക്കത് കഴിക്കാൻ വേണമല്ലോ. പക്ഷെ ഇവിടം വിട്ട് പോവാനും പറ്റില്ല. ഞാനിപ്പോ എന്താ ചെയ്യാ? അതെ, നീ ഈ ഡൗൺലോഡിംഗ് കഴിഞ്ഞാൽ ഉടനെ ഈ റിമോട്ട് കൊണ്ട് കമ്പ്യൂട്ടർ അങ്ങ് ഓഫ് ചെയ്തേക്ക്. ഓക്കേ? ഓക്കേ ജിന്റു. ഇത് കഴിഞ്ഞല്ലോ. ഇനി എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ജിന്റുവിനോട് പോയി ചോദിച്ചിട്ട് വരാം.
വീറിനെ പിടിക്കാൻ ഇതിലും നല്ലൊരു അവസരം ഇനി ഒരിക്കലും കിട്ടില്ല. ബോസ് ബോസ് മ്യൂസിക് ഓൺ ആക്കിക്കോ, എന്നിട്ട് ഡാൻസ് കളിക്കാൻ തയ്യാറായിക്കോളൂ.